കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് നികേഷും ഒന്നിച്ച് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒന്നും മിണ്ടാതെയുള്ള നികേഷിന്റെ നടപ്പ് കണ്ട് എന്താടാ മിണ്ടാതെ നടക്കുന്നത്, അല്ലെങ്കിൽ വായ വെറുതെ ഇരിക്കില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല സുഭാഷ് ഏട്ടൻ, ഞങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞു പോയിന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നികേഷ് പറയേ. അത് വിട്ടേക്കടാ, ഇനി ഞാൻ എവിടേക്കും പോകുന്നില്ല പോരെ എന്ന് സുഭാഷ് ഏട്ടനും. ഇനി അങ്ങനെ സംഭവിച്ചാൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങളാരും വീട്ടിലുണ്ടാവില്ല, അത്രയേ ഉള്ളൂ എന്ന് നികേഷും. അങ്ങനെയൊന്നും പറയല്ലേ, പറഞ്ഞേക്കാമെന്ന് സുഭാഷ് ഏട്ടൻ അവനെ വഴക്കു പറയേ. കേൾക്കുമ്പോൾ വേദനിക്കുന്നുണ്ടല്ലേ, അപ്പോൾ കാണാതിരുന്നപ്പോഴുള്ള ഞങ്ങളുടെ അവസ്ഥയോ അതൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് നികേഷും. നീ അത് വിട്, നമുക്കേ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അവനെയും കൂട്ടി രാജേട്ടന്റെ ചായക്കടയിലേക്ക് ചെന്ന്, രാജേട്ടാ 2 ചായ 2 ബോണ്ടയും എന്ന് നികേഷും. രാജേട്ടനും ചോദിക്കുന്നുണ്ട്, ആരപ്പാ ഇത്, നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് നിന്റെ അനിയന്മാർ തേരാപ്പാര ഓടുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അനിയന്മാരെ അറിയിക്കാതെ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പോയതായിരിക്കും അല്ലേടാ സുഭാഷേ എന്നവിടെ ചായ കുടിക്കായിരുന്ന ഒരു ചേട്ടനും ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഒരു ജോലിക്കാര്യത്തിന് പുറത്തു പോയതാ, എന്തൊക്കെ അറിയേണ്ടത് എന്ന് നികേഷും. ചായ എടുക്കുന്ന സുഭാഷ് രാജേട്ടനോടായി പറയേ. ചായ ഒന്നും വേണ്ട, ചേട്ടൻ വന്നേ എന്ന് പറഞ്ഞ് നികേഷ് വിളിക്കുന്നുണ്ട്. ചായ എടുത്തു എന്ന് രാജേട്ടൻ വിളിച്ചു പറയേ. ഒരു കാര്യം ചെയ്യേ, ഈ പുള്ളിക്ക് കൊടുത്തേരെ, ഒരു ചായ കൂടി കുടിച്ചോട്ടോ എന്നാ ചേട്ടനോട് പറഞ്ഞ് നികേഷ് സുഭാഷിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നടക്കുന്നതിനിടയിൽ സുഭാഷ് നികേഷിനോട് പറയുന്നുണ്ട്, അവരറിഞ്ഞ കാര്യം നമ്മളോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ, നീ അത് വിട്ടുകള എന്ന്. അപ്പോഴാണ് സൈക്കിളിൽ അവരുടെ എതിരെ വന്നൊരു ചേട്ടനും സൈക്കിൾ നിർത്തി, ആഹാ നിന്നെ ഇന്നലെ മുതൽ കാണാനില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നല്ലോ അനിയന്മാരെ, ഞാനൊരു സ്ഥലം വരെ പോയതാണെന്ന് സുഭാഷും. അതൊന്നുമല്ല, കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞു എന്നാ ചേട്ടൻ. ആണോ, പോയേ എന്നാ ചേട്ടനോട് പറഞ്ഞ് സുഭാഷിനെ വിളിച്ച് നികേഷ് അവിടുന്ന് പോവുകയാ. ഇതൊക്കെ ഇങ്ങനെ എല്ലാരും അറിയുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് നികേഷ് പറയേ. നീ അതൊന്നും കാര്യാക്കണ്ട എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴാണ് എതിരെ നടന്നു വരുന്ന വല്യച്ഛനെ നികേഷ് കാണുന്നത്. സുഭാഷ് ഏട്ടെ, ദേ വല്യച്ഛൻ വരുന്നു, വല്യച്ഛനും അമ്മായിയും അന്വേഷിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടനായതുകൊണ്ടാണ് അവർ പ്രത്യേകം പറഞ്ഞിരുന്നുവെന്ന് നികേഷും. നേരിട്ട് കണ്ട് ഒരു താങ്ക്സ് പറയാല്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. ചേട്ടൻ വാ എന്ന് വിളിച്ച് നികേഷ് നടക്കുകയാ. വല്യച്ഛൻ അവരുടെ അരികിലെത്തുമ്പോഴേക്കും സുഭാഷ് വല്യച്ഛൻ വിളിക്കുന്നുണ്ടെങ്കിലും വല്യച്ഛൻ മൈൻഡ് ചെയ്യാതെ നടന്നു നീങ്ങുകയാ. എന്തൊരു മനുഷ്യനാ, വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചൊരാള് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അറിയാത്ത പോലെയാണല്ലോ പോകുന്നത് എന്ന് നികേഷ് പറയുന്നതിൽക്ക് വല്യച്ഛൻ വിളിച്ച് സുഭാഷ് വല്യച്ഛന്റെ പുറകെ പോവുകയാണ്. സുഭാഷ് വല്യച്ഛനെ വിളിച്ചു നിർത്തി. വല്യച്ഛനും അമ്മായിയും കാര്യം അറിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞു. വലിയ സന്തോഷം വല്യച്ഛ, ഞാൻ പോയതിന്റെ കാരണം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും വല്യച്ഛനും തടഞ്ഞുകൊണ്ട്, കത്ത് വായിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്നെ അന്വേഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്രയ്ക്കും ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചില്ല. പോയതിൽ എനിക്കിപ്പോൾ വളരെ സങ്കടമുണ്ട്. അതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് അന്വേഷിച്ചു വന്നു എന്നതാണ് ഏറ്റവും ഹാപ്പിയായ കാര്യം. ഒരു പ്രശ്നം വന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ അനിയന്മാരോടൊപ്പം നിൽക്കാൻ തോന്നിയല്ലോ, താങ്ക്സ് വല്യച്ഛ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ ഒന്നും മിണ്ടാതെ വല്യച്ഛൻ നടന്നു നീങ്ങാൻ തുടങ്ങുക. സുഭാഷ് വീണ്ടും വല്യച്ഛനെ വിളിച്ചു നിർത്തി, വല്യച്ഛ ഒരു കാര്യം ചോദിക്കട്ടെ, ജാതകപ്രകാരം പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സുധീഷ് 3 ജ്യോത്സ്യന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലെന്നാണ് 4 പേരും പറഞ്ഞത്. പക്ഷെ എല്ലാവരും ഒരുപോലെ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും കൂടി തറവാട്ട് അമ്പലത്തിലേക്ക് പോയി ഒരു വഴിപാട് കഴിക്കണമെന്ന്. ഞങ്ങളാരും ഇതുവരെ തറവാട്ടമ്പലത്തിൽ പോയിട്ടില്ല, അതെവിടെയാണെന്ന് അറിയുകയുമില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ ആളും കൈമലർത്തി. ആൾക്ക് പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നറിയാലോ, എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരൂ വല്യച്ഛന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. വല്യച്ഛനും പറയുകയാ, നീ പോയിന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നു എന്നുള്ളത് ശരിയാ, അതിനർത്ഥം നിന്നോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടാണെന്ന് കരുതണ്ട. കുറച്ച് സ്പേസ് തന്നൊന്ന് കരുതി അങ്ങ് വന്ന് ഒട്ടാന്നാണെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിക്കോ. തറവാട്ട് അമ്പലത്തിൽ വന്ന് പൂജയും വഴിപാടുകളും നടത്തി തറവാടിന്റെ ഭാഗമായി മാറാം നിങ്ങളാരും വിചാരിക്കേണ്ട. അകറ്റി നിർത്തിയതൊക്കെ അകന്നു തന്നെ നിന്നാ മതി, കേട്ടല്ലോ എന്ന് ഓർമ്മിപ്പിച്ച് വല്യച്ഛൻ നടന്നു നീങ്ങുകയാ. അത് കണ്ട് സുഭാഷും, ഇതെന്താടാ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്, വീട്ടിലേക്ക് വന്നിട്ട് പോയ ആളെപ്പോലെ തോന്നുന്നില്ലല്ലോ എന്ന് നികേഷും പറയുകയാ. എനിക്ക് തോന്നുന്നതേ സുഭാഷേട്ടനെ കാണാതായിന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് വന്നതാണെന്നാ. പുറമേക്ക് സങ്കടം അഭിനയിച്ചാൽ മതിയല്ലോ, സുഭാഷേട്ടൻ പോയ ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ എളുപ്പമാണല്ലോ, മനസ്സിലെ സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ അങ്ങ് തെറ്റിദ്ധരിച്ചുവെന്ന് നികേഷ് പറയേ. സങ്കടം തോന്നിക്കാണും, കൂടുതൽ അടുത്താൽ ആ വീടടക്കം നമുക്ക് വിട്ടു തരേണ്ടി വരുമെന്ന പേടിയാവും. കാശിന്റെ കാര്യം വരുമ്പോൾ ചില മനുഷ്യർക്കൊക്കെ സ്നേഹവും ബന്ധവും ഒക്കെ ഒരു ബാധ്യതയായി തോന്നും. തറവാട്ടമ്പലത്തിൽ നമ്മൾ പോകുമെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ദൈവം തന്നെ കണ്ടെത്തി തരും. നീ വായെന്ന് നികേഷിനെയും വിളിച്ച് നടന്നു നീങ്ങുകയാ സുഭാഷ്. പിന്നീട് സുഭാഷിന്റെ പാണി സൈറ്റിലെത്തിയ ചാന്ദിനി അവിനാശിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽപ്പാ. അത് കണ്ടുകൊണ്ടുവരുന്ന സുഭാഷും, എന്തു പറ്റി അവിനാശെ, എന്തിനാ ചാന്ദിനി കരയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കേ. ഭയ്യ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇവൾക്ക് അവിടെ ഒരു കല്യാണം ആലോചിച്ചു, അങ്കിളിന്റെ ഫ്രണ്ടിന്റെ മകൻ. ഇവൾക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അവരിപ്പോ ഇവൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു, ഇവളെ കൊണ്ടുപോകാൻ വരിക എന്ന് അവിനാശ് പറയേ.
മുജെ നെഹി ജാന, മുജെ ബിൽക്കുൽ നെഹി ജാന എന്ന് ചാന്ദിനിയും കരഞ്ഞുകൊണ്ട് പറയുക. ചാന്ദിനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പോരെ എന്ന് സുഭാഷ് ചോദിക്കെ. അതുകൊണ്ട് കാര്യമില്ല ഭയ്യ, തീരുമാനിക്കുന്നത് നമ്മളല്ല, അവരാ. അങ്കിളാണെങ്കിൽ അവൻ്റെന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. അവൻ ഇത്തിരി കുഴപ്പമാ, രാഷ്ട്രീയവും ഗുണ്ടായിസവും ഒക്കെയുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഇവൾ ഇങ്ങോട്ട് പോകുന്നത്. അതറിഞ്ഞ് അവൻ ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോവാനിരിക്കുക എന്ന് അവിനാശ് പറഞ്ഞു നിർത്തേ. മേ നെഹി ജാവുങ്കി, ഞാൻ പോവില്ല, മുജേവോ പസന്ത് നെഹി ഹേ എന്ന് പറഞ്ഞവൾ വീണ്ടും കരയുകയോ. അത് കണ്ട് സുഭാഷും ഇങ്ങനെ കരയാതിരിക്കെ, നമുക്ക് എന്തേലും ഒരു വഴി ഉണ്ടാക്കാം എന്നവളെ സമാധാനിപ്പിച്ച്, അതെ അവരോട് സംസാരിച്ച് നോക്കിയോന്ന് അവിനാശിനോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഭയ്യ, അച്ഛനും അമ്മയ്ക്കും ആ ബന്ധം മതിയെന്ന. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ കയ്യിൽ നല്ല കാശുണ്ട്, അത് പോരെന്ന് അവർ ചോദിക്കുന്നതെന്ന് അവിനാശും. അല്ല, അവർക്ക് നീ എവിടെയാ താമസിക്കുന്നെന്നറിയോ എന്ന് സുഭാഷ് ചോദിക്കെ. വീടറിയില്ല, പക്ഷേ നാട്ടിൽ നിന്ന് കുറെ പേർ ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അവരാരെങ്കിലും പറഞ്ഞു കൊടുക്കും, അവര് വന്ന് ബലമായി കൊണ്ടുപോവുകയും ചെയ്യും എന്ന് അവിനാശ് പറയുന്നത് കേൾക്കെ. അവനൊരു ഗുണ്ടയാണെന്നും അവന്റെ കൂടെ താൻ പോവില്ലെന്നും ചാന്ദിനി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവൾ ഹിന്ദിയിൽ അവിനാശിനോട് എന്തോ പറയുന്നത് കേൾക്കെ. എന്താ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അവന്റെ ഒപ്പം പോവേണ്ടി വന്ന ചത്തുകളയുമെന്നാ പറയുന്നത് എന്ന് അവിനാശ് പറയേ. അയ്യോ എന്ന് പറഞ്ഞ് സുഭാഷും ചാന്ദിനിയോടായി. തും മുത്സെ കൽ ഇതാണോ ബോൽ എന്ന് സുഭാഷ് ചോദിക്കെ. അതെ എന്ന് ചാന്ദിനിയും തലയാട്ടുക. അല്ല, അച്ഛനോടും അമ്മയോടും ഒന്നുകൂടി സംസാരിച്ചു നോക്കിക്കൂടെ അവിനാശെ എന്ന് സുഭാഷ് ചോദിക്കെ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കേൾക്കില്ലെന്ന് അവിനാശും. അല്ല, കല്യാണം കഴിക്കുന്നത് ചാന്ദിനിയല്ലേ, അപ്പോ അവളുടെ ഇഷ്ടമല്ലേ പ്രധാനമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഈ നാട്ടിൽ പറയാം, അവിടെ പറ്റില്ല ഭയ്യ എന്ന് അവിനാശ് പറയുന്നത് കേൾക്കെ. സുഭാഷും ഒരു നിമിഷം ആലോചനയോടെ നിന്ന്, അവിനാശെ നീ നിന്റെ വീട്ടിൽ താമസിച്ചാലല്ലേ അവർക്ക് ഇവളെ കൊണ്ടുപോകാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യേ, നീ നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ താമസിച്ചോ, എന്നിട്ട് ഇവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. അവിടെ നിന്നാരും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ. അവിടെ എങ്ങനെയാ ഭയ്യ എന്ന് അവിനാശും ചോദിക്കുക. അതിനിപ്പോ എന്താ പ്രശ്നം അവിനാശെ, വീട്ടിൽ നിധി ഉണ്ടല്ലോ, പിന്നെന്താ എന്ന് സുഭാഷും. ചാന്ദിനിക്ക് ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ. തന്നെ രക്ഷിക്കണമെന്ന് അവിനാശിനോടായി ചാന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അത് കണ്ട് സുഭാഷും, എന്റെ പൊന്നു ചാന്ദിനി ഒന്ന് സമാധാനിക്കേ, റോനാമന്ത് നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ അവിനാശിനോടായി. ഞാൻ പറഞ്ഞതാണ് അവിനാശെ നല്ലത്, 1-2 ദിവസം നോക്കിയിട്ട് കാണാതാവുമ്പോ അവരങ്ങ് തിരിച്ചു പോയിക്കോളും എന്ന് പറയുന്നുണ്ട്. ചാന്ദിനിയും അപേക്ഷിക്കെ. എന്നാ അങ്ങനെ ചെയ്യാല്ലേ എന്ന് അവിനാശും. എന്റെ പൊന്ന അവിനാശെ, നീ ആലോചിക്കാൻ നിൽക്കാതെ വേഗം ഇവളെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലേ, ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോളാം ചെല്ലെന്ന് സുഭാഷ് ഏട്ടൻ പറയെ. അവിനാശ് ചാന്ദിനിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. നിധി അവിടെ മുറ്റത്ത് തുണി അലക്കി വിരിക്കുമ്പോഴാണ് ഉമ്മറത്തേക്ക് റെഡിയായി വന്ന ഹരീഷും, സുധീഷേട്ടാ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോവാണേ എന്ന് അവിടെ ഇരിക്കുന്ന സുധീഷിനോടായി പറഞ്ഞ് നിധിയോടായി, ഏടത്തിക്കുന്ന ജോലിയില്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നിധി ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കേ. ഓ സാറ്റർഡേ ആണല്ലേ എന്ന് ഹരീഷും. നീയൊന്നും കഴിക്കുന്നില്ലേ ഹരീഷെ എന്ന് നിധി ചോദിക്കേ. എനിക്ക് വേണ്ടെടുത്തി എന്ന് പറഞ്ഞ് സുധീഷിനോടായി. സുധീഷേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ്. ഇല്ലടാ, ഇന്ന് സാറ്റർഡേ അല്ലേ എന്ന് പറഞ്ഞ് നിധിയെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. ഇതാരാ എന്ന് പറഞ്ഞവർ എല്ലാവരും അമ്പരപ്പോടെ നോക്കി നിൽക്കുക. ആരടാ എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കേ. ഏതോ വള്ളിയാവും എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓട്ടോയിൽ നിന്നിറങ്ങി അവിനാശും ചാന്ദിനിയും അങ്ങോട്ടെത്തുകയാ. ഭയ്യ, സുഭാഷേട്ടൻ വിളിച്ചിരുന്നോ എന്ന് അവിനാശ് ചോദിക്കേ. ഇല്ല, എന്തേ എന്ന് സുധീഷും. വിളിക്കാന്ന് പറഞ്ഞിരുന്നു, 3-4 ദിവസം ചാന്ദിനിക്ക് ഇവിടെ നിൽക്കാനാ എന്ന് അവിനാശ് പറയേ. അതിനെന്താ, വാ ചാന്ദിനി എന്ന് പറഞ്ഞ് നിധി വിളിക്കുന്നുണ്ട്. സുധീഷും ഹരീഷും സംശയത്തോടെ നോക്കി നിൽക്കെ. വീട്ടിലിത്തിരി പ്രശ്നം എന്ന് അവിനാശ് പറയേ. ഈ വീട്ടിലോ എന്ന് സുധീഷും. അല്ല, നാട്ടില് സുഭാഷ് ഏട്ടൻ പറയും എന്ന് അവിനാശ് പറയുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈലിലേക്ക് സുഭാഷിന്റെ കോൾ വരികയാണ്. സുധീഷ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, ഞാൻ നിന്നെ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, നീ ഇതെവിടെയാ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് സുധീഷും. എടാ, അവിനാശ് വന്നോ അവിടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. വന്നിട്ടുണ്ട്, കൂടെ മറ്റേ ചാന്ദിനിയുമുണ്ടെന്ന് സുധീഷും. ആ കുട്ടിയെ ഒരു 3-4 ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ, നിധിയില്ലേ അവിടെ, ഒന്ന് കൊടുത്തേ എന്ന് സുഭാഷ് പറയേ. സുധീഷ് തന്റെ മൊബൈൽ നിധിക്ക് കൊടുക്കുക. നിധി ആ കോളുമായി മാറി നിന്ന് സംസാരിക്കുകയാ. അല്ല, ഈ വീട്ടിലെ പ്രശ്നം എന്ന് പറയുമ്പോ എന്ന് സുധീഷ് അവിനാശിനോടായി ചോദിക്കുകയാ. അത് അവിടെ ഒരു പയ്യനുമായിട്ട് ഇവളുടെ കല്യാണം നിശ്ചയിച്ചേക്കുക. ഇവൾക്കത് ഇഷ്ടമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അവരിങ്ങോട്ട് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന വാശിയില്ല. അവർ വരുമ്പോ ഇവളെ അവിടെ കണ്ട പ്രശ്നമാവും, അതാ എന്ന് അവിനാശ് പറയുമ്പോഴേക്കും കോൾ കഴിഞ്ഞ് നിധിയും അങ്ങോട്ടെത്തി മൊബൈൽ സുധീഷിന് കൊടുക്കുകയാ. അവൻ ഇത്തിരി പ്രശ്നക്കാരനാ എന്ന് അവിനാശ് പറയേ. എന്ത് പ്രശ്നക്കാരനായാലെന്താ, ഇവിടെ വന്ന അവന്റെ ഒരു കളിയും നടക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സുധീഷ് ചാന്ദിനിയോടായി. ചാന്ദിനി, യു ഡോണ്ട് വറി, മേരെ ടേക്ക് കെയർ, നെഹി ഹം ടേക്ക് കെയർ എന്നവൻ ആവശ്യത്തോടെ പറയുന്നുണ്ട്. നിധിയും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ചാന്ദിനി ഇവിടെ നിന്നോട്ടെ, 2-3 ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് കൂടെ നിന്നോളാം. അത് കേൾക്കെ അവിനാശും, വലിയ ഉപകാരം, എന്ന് വരട്ടെ എന്ന് പറഞ്ഞ് ബാഗ് ചാന്ദിനിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഹാ ടീക്ക് ഹേ എന്ന് അവളും പറയുന്നുണ്ട്.
പയ്യെ വിട്ടോ, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് സുധീഷും ആവശ്യത്തോടെ പറയേ. എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് അവിനാശ് യാത്ര പറഞ്ഞു പോവുകയാ. അങ്ങനെ ഒരുപാട് കാര്യമായിട്ട് നോക്കാൻ ബുദ്ധിമുട്ടണ്ട കേട്ടോ എന്ന് സുധീഷിനോടായി പറഞ്ഞ് നിധി ചാന്ദിനിയെയും വിളിച്ച് അകത്തേക്ക് കയറി പോവുകയാ. ജാവോ ജാവോ എന്ന് പുഞ്ചിരിയോടെ സുധീഷും വിളിച്ച് പറയുന്നുണ്ട്. അതെ, ഓവറാക്കി ചളമാക്കരുത് കേട്ടോ എന്ന് ഹരീഷ് പറയെ. ഓവറായോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇച്ചിരി പോട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് തന്റെ വണ്ടി എടുത്ത് പോവുകയാണ്. സുഭാഷ് ഏട്ടൻ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. ഭയ്യ സന്തോഷത്തോടെ ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്തു എന്നൊക്കെ ചിന്തിച്ച് നിൽപ്പാ സുധീഷും. കോളേജിലേക്ക് ഇറങ്ങിയ നികേഷ് ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ തന്നെ നോക്കി ചിരിച്ച ആ പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. നികേഷ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കുമ്പോഴേക്കും അവളും പുഞ്ചിരിച്ചുകൊണ്ട് നികേഷിനെ നോക്കുകയാ. നികേഷ് മനസ്സിൽ ഓർക്കുകയാ, ഇതാണ് പറ്റിയ സമയം, ചെല്ലടാ ചെന്ന് സംസാരിക്കുക എന്ന് മനസ്സിൽ ചിന്തിച്ച് ഒരു ചുവട് വെക്കുമ്പോഴേക്കും പേടിയോടെ അവൻ വീണ്ടും തിരിഞ്ഞു നിൽക്കുക. ചെല്ലടാ ചെന്ന് സംസാരിക്കേ എന്ന് സ്വയം ധൈര്യം നൽകി ദീർഘനിശ്വാസമെടുത്ത് അവനൊരു പതർച്ചയോടെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്ന് പരിഭ്രമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അവളും അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ട് അവൻ അല്പം ആശ്വാസമാവുകയാ. അവൻ ഹലോ എന്ന് പറയേ അവളും ഹായ് പറയുന്നുണ്ട്. പേര് എന്നവൻ ചോദിക്കേ ഗായത്രി. ഞാൻ നികേഷ്. ഏത് കോളേജിലാന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ബികോം സെക്കൻഡ് ഇയർ എന്നവൾ പറയേ. നികേഷും ഞാനും ബികോമാ ഫൈനൽ ഇയർ. ഇവിടെ എവിടെയാ താമസമെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ശാന്തി നഗറിലെ പുതിയ താമസക്കാരാന്ന് അവൾ പറയുന്നുണ്ട്. വെറുതെ അല്ല, എനിക്കാദ്യം കണ്ടപ്പോഴേ തോന്നി. ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ എന്നവൾ പറയേ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റായിട്ടെടുക്കരുത്. ആദ്യം കണ്ടപ്പോഴേ തോന്നിയതാ. ഇയാളെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നി. ശരിക്കും എന്നെ തന്നെ നോക്കിയാണോ ചിരിച്ചത്, അതോ എനിക്ക് തെറ്റായിട്ട് തോന്നിയതാണോ എന്ന് നികേഷ് ചോദിക്കേ. അവളും ഒരു പുഞ്ചിരിയോടെ അല്ല, ഇയാളെ തന്നെയാ, കണ്ടപ്പോ ഇയാൾ നല്ല സ്മാർട്ടാണെന്ന് തോന്നി എന്നവൾ പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ നിൽക്കുകയാ നികേഷും. പെട്ടെന്നാണ് അവന് പരിസരബോധം ഉണ്ടാവുന്നത്. മാജിക്കോ എന്ന് പറഞ്ഞവൻ നോക്കുമ്പോഴാണ് കുറച്ചപ്പുറത്ത് മാറി നിന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അവളെ നികേഷ് ശ്രദ്ധിക്കുന്നത്. എല്ലാം അവന്റെ ഒരു തോന്നലായിരുന്നു. അവൻ വീണ്ടും ആ പെൺകുട്ടിയോടായി ഹായ് എന്ന് പറയുന്നുണ്ട്. അവളും ഹായ് പറഞ്ഞ് പുഞ്ചിരിയോടെ നിൽക്കെ നികേഷ് അവളുടെ അടുത്തേക്ക് പതിയെ നടക്കാൻ തുടങ്ങുകയാ. അങ്ങനെ അവർ രണ്ടുപേരും നടന്നു നീങ്ങി അരികിലെത്തുമ്പോഴേക്കും നികേഷും പരിഭ്രമത്തോടെ അവളോട് ഹായ് പറയുന്നുണ്ട്. അവളും അവനോട് ഹായ് പറയാൻ വരുമ്പോഴാണ് അവളുടെ ചിറ്റപ്പൻ ഒരു ബൈക്കിൽ അങ്ങോട്ട് വരുന്നത് കാണുന്നത്. അയാൾ അവളുടെ അരികിൽ വണ്ടി നിർത്തി എന്താ മോളെ ബസ് കിട്ടിയില്ലേ എന്ന് ചോദിക്കേ. ഇല്ല ചിറ്റപ്പ, വെയിറ്റ് ചെയ്യുവാന്ന് അവളും. എന്നാ കേറ്, ഞാൻ കോളേജിൽ വിടാന്ന് ചിറ്റപ്പൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട ചിറ്റപ്പ, ഞാൻ പോക്കോളാം, ബസ് ഇപ്പൊ വരുമെന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ട് നികേഷിനും സന്തോഷമാവുകയാ. ഞാൻ ആ വഴിക്കാന്നേ, കേറ് എന്ന് ചിറ്റപ്പൻ വീണ്ടും നിർബന്ധിക്കേ അവൾ മനസ്സോടെ ചിറ്റപ്പന്റെ പുറകിൽ കയറി പോവുകയാ. നികേഷും ആകെ നിരാശയോടെയും ദേഷ്യത്തോടെയും ചിറ്റപ്പനും അയാളുടെ വൃത്തികെട്ടൊരു ബൈക്കും ഛേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽപ്പാ. പിന്നീട് രാത്രിയാവുമ്പോൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വരുന്ന സുഭാഷിന്റെ കൂടെ സുധീഷുമുണ്ട്. അല്ല സുഭാഷ് ഏട്ടാ, ആ പെണ്ണ് എത്ര ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവുമെന്നാ എന്ന് സുധീഷ് ചോദിക്കേ. ആര് എന്ന് സുഭാഷ് ഏട്ടനും. ആ അവിനാശിന്റെ പെങ്ങളെ എന്ന് സുധീഷ് ചോദിക്കേ. ചാന്ദിനിയോ എന്ന് സുഭാഷും. ആ, അവളല്ലേ ഇന്ന് വന്നത് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. കുറച്ച് ദിവസം ഉണ്ടാവും. എടാ, അവൾക്കൊരു പ്രശ്നമുണ്ട്. അവളുടെ അങ്കിള് നാട്ടിലൊരുത്തനുമായി കല്യാണം നിശ്ചയിച്ചു. ചാന്ദിനിക്ക് ആ വിവാഹം ഇഷ്ടമല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിനാശിന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക അങ്കിള്. അവിനാശ് വീട്ടിലില്ലാത്തപ്പോ അവര് വന്ന ഉറപ്പായും അവളെ പിടിച്ചുകൊണ്ടു പോകും. അതാ കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചത് എന്ന് സുഭാഷ് പറയുന്നതുകൾക്ക് ആ ചെറുക്കൻ അത്രയ്ക്ക് പ്രശ്നാ എന്ന് സുധീഷൻ ചോദിക്കുക. ആ, എല്ലാ വൃത്തികേടുകളുമുള്ള ഒരുത്തൻ, പക്ഷേ നല്ല കാശുണ്ട്. അതാണ് ഈ അങ്കിളിന്റെ നോട്ടം. പാവം, ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ച് നരകിക്കേണ്ടല്ലോ. അതാ അവര് വന്ന് അന്വേഷിച്ചു പോകുന്നവരെ ചാന്ദിനി നമ്മുടെ വീട്ടിലുണ്ടാവും എന്ന് സുഭാഷേട്ടൻ പറയുന്നതൊക്കെ സുധീഷും സുഭാഷേട്ടൻ ആ പെൺകുട്ടിയോട് ഇച്ചിരി അടുപ്പം കൂടുതലായി തുടങ്ങിയോ എന്ന് തോന്നുന്നു. അതായത് ഈ പ്രേമം പോലെ എന്തോ ഒന്ന് എന്ന് സുധീഷ് ചോദിക്കേ. അവൾ എനിക്ക് അനിയത്തിയെ പോലെയാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സ്കൂൾ അസംബ്ലിയിലെ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്ന് പ്ലഡ്ജ് എടുത്തതുകൊണ്ടേ ഈ ജീവിതകാലം മുഴുവൻ അത് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സുഭാഷേട്ടാ. കാണുന്ന എല്ലാ പെൺകുട്ടികളെയും അനിയത്തിയായിട്ട് എന്തിനാ കാണുന്നേ? ദേ, ഇപ്പൊ റോഡിലൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടി പോകുന്നു അങ്ങ് വിചാരിക്കേ. സുഭാഷേട്ടനൊന്നും നോക്കുക പോലും ചെയ്യില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. സാധാരണ നോക്കുന്നത് പോലെ നോക്കുമെന്ന് സുഭാഷും. അല്ലാതെ സൈറ്റ് അടിക്കലൊന്നുമില്ല എന്ന് സുധീഷ് ചോദിക്കേ. പോടാ, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് സുഭാഷും. ആ പെൺകുട്ടിയും സുഭാഷ് ഏട്ടന്റെ അനിയത്തിയായിട്ടാണോ കാണുക എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കേ. എന്താ സംശയം എന്ന് സുഭാഷും. ബെസ്റ്റ്, എന്നാ പിന്നെ ഈ ജന്മത്തെ നിങ്ങളുടെ കല്യാണം നടക്കാൻ പോണില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എന്തോന്ന് ചേട്ടാ ഇങ്ങനെ എന്ന് സുധീഷ് ചോദിക്കേ. നീ അതങ്ങ് വിട്ടേക്ക്. ഞാനിപ്പോ തറവാട്ട് അമ്പലത്തിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പോണം, വഴിപാട് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഏത് അമ്പലമാണെന്ന് അറിയണ്ടേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ദൈവങ്ങൾക്ക് നമ്മുടെ അവസ്ഥ നമ്മളെക്കാളും മനസ്സിലാവൂലേ? അല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വഴിപാട് നടത്തിയിട്ട് അത് ഞങ്ങളുടെ അമ്പലത്തിലെ ദൈവത്തിന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ പോരെ
എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സുഭാഷിട്ടനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.